ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നല്ല സോഫ്റ്റായ പുട്ടുപൊടി ഇല്ലാതെ തന്നെ പുട്ടുണ്ടാക്കുന്ന രീതി. അതിനായിട്ട് നമുക്ക് വെള്ളരിയോ കുത്തരിയോ പച്ചരിയോ ഏത് റൈസ് വേണേലും എടുക്കാം. ഞാനിവിടെ കുത്തരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ കണ്ടില്ലേ, ഓവർനൈറ്റ് സോക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനകത്തുനിന്ന് വെള്ളം ഡ്രെയിൻ ചെയ്ത് കണ്ടില്ലേ, അരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. എന്നിട്ട് ഈ വെള്ളം ഡ്രെയിൻ ചെയ്ത് അങ്ങ് കളയുക. എന്നിട്ട് ആ നനവോട് കൂടി തന്നെ ഞാൻ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട് പൊടിക്കാനായിട്ട്. അപ്പം ഞാനിത് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. നന്നായിട്ട് പൊടിക്കണേ. നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളമുണ്ട്. നമുക്കിനി എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഞാൻ ഉപ്പ് പിന്നെ ഇടാൻ പോകുന്നത്. കണ്ടില്ലേ, അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് അതിട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ്, ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് അതിനെ നന്നായിട്ട് ഇളക്കി കൊടുത്തു. കണ്ടില്ലേ, അതിലേക്ക് ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. കാരണം ഓൾറെഡി ആ നനവോട് കൂടിയാണ് ഞാൻ മിക്സിയിൽ പൊടിച്ചത്. കണ്ടില്ലേ, പുട്ടിൻ്റെ കറക്റ്റ് ഭാഗമായിട്ടുണ്ട്. ഇനി ഞാനിത് കുറ്റിയിലേക്ക് വെച്ചിട്ട് നമുക്കിത് കുറ്റിയിലേക്ക് വെച്ച് 2 ലെയറോ 3 ലെയറോ നമ്മുടെ ഇഷ്ടം പോലെ തേങ്ങ വെച്ച് നമുക്ക് പുട്ട് റെഡിയാക്കാം. നമ്മുടെ ഇഷ്ടത്തിന് 3 ലെയറായിട്ടോ 2 ലെയറായിട്ടോ ഒക്കെ നമുക്ക് വെക്കാം. അപ്പം നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ 2 ലെയറായിട്ടാണ് പുട്ട് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല സൂപ്പർ സോഫ്റ്റ് പുട്ടാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്ത് സോഫ്റ്റാന്ന് കണ്ടില്ലേ. അപ്പം എൻ്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു സോ മച്ച്. ബൈ.